തണ്ണിമത്തൻ കഴിച്ച ശേഷം 4 അംഗ കുടുംബം മരിച്ച സംഭവത്തിൽ വില്ലൻ ഭക്ഷ്യവിഷബാധ അല്ല എന്ന സൂചന. മുംബൈ സ്വദേശികളായ അബ്ദുള്ള ദൊക്കാടിയ, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരാണ് മരിച്ചത്. തണ്ണിമത്തനല്ല, മറിച്ച് അവരുടെ ശരീരത്തിൽ ഏതോ വിഷവസ്തു ഉള്ളിൽ ചെന്നതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക ഫോറൻസിക് പരിശോധനകളിൽ വ്യക്തമായത്. ശരിക്കും പറഞ്ഞാൽ ഈ ചൂടുകാലത്ത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന, കഴിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരല്പം കഴിച്ചാൽ തന്നെ ആ ദാഹം നമുക്ക് ഇല്ലാതാകുന്ന ഏറ്റവും നല്ല ഫ്രൂട്ട് തന്നെയാണ് തണ്ണിമത്തൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പലരും ആശങ്കയിലായിരുന്നു. ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ എങ്ങനെ വിശ്വസിച്ച് തണ്ണിമത്തൻ വാങ്ങിക്കും? ഇനി അതിലും ഇത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷാംശങ്ങൾ വില്ലനാകുന്ന കാരണങ്ങളൊക്കെ ഉണ്ടോ എന്നോർത്ത് ഒരുപാട് പേർ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ തണ്ണിമത്തൻ കഴിച്ചത് കാരണമല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. തണ്ണിമത്തൻ കഴിച്ചത് കാരണമാണ് കുടുംബം മരിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുകയാണ്. മരിച്ചവരുടെ തലച്ചോറ്, ഹൃദയം, കുടൽ തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ പച്ച നിറമായിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ ഇങ്ങനെ കണ്ടെത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇത് ഭക്ഷ്യവിഷബാധയുടെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് ഡോക്ടർമാർ പരിശോധിച്ചു വരികയാണ്. അബ്ദുള്ളയുടെ ശരീരത്തിൽ മോർഫിന്റെ അംശം കണ്ടെത്തി എന്നാണ് അധികൃതർ സൂചന നൽകുന്നത്. കൊടും ചൂടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും ആശ്വാസം തേടുന്ന പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. ദാഹവും വിശപ്പും അകറ്റാൻ മികച്ചതാണ്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ തണ്ണിമത്തന്റെ ഉപഭോഗം 3.3 ദശലക്ഷം ടണ്ണാണ്. എന്നാൽ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തണ്ണിമത്തൻ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിക്കുന്നതിന് അത്ര കാര്യമൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നൊന്നും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. അതിപ്പോൾ എന്ത് കഴിക്കുമ്പോഴാണെങ്കിലും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പറയാം. തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ബ്ലോട്ടിംഗ് അഥവാ വയറ് വീർക്കൽ അനുഭവപ്പെടുന്നു എന്ന് പലരും പറയാറുണ്ട്. ഗ്യാസ് ട്രബിൾ, മലബന്ധം, അമിതമായ ഭക്ഷണം കഴിക്കൽ, ഈ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ബ്ലോട്ടിംഗ് അനുഭവപ്പെടുന്നത്. ഒരു ചെറിയ ഭക്ഷണം എന്ന രീതിയിലല്ലാതെ മുഴുവനായി ഈ തണ്ണിമത്തൻ കഴിക്കുമ്പോഴാണ് പലരും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വേനൽക്കാലത്താണ് തണ്ണിമത്തൻ ഉപഭോഗം വർദ്ധിക്കുന്നത്. വേനൽക്കാലത്ത് തണ്ണിമത്തൻ അധികമായി കഴിച്ചാൽ ബ്ലോട്ടിങ്ങിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ശരീരത്തിൽ കൃത്യമായ താപനില നിലനിർത്താൻ കഴിയാത്തതുകൊണ്ട് വേനൽക്കാലത്ത് ദഹന പ്രക്രിയ വളരെ സ്ലോ ആയിരിക്കും നടക്കുക. മാത്രമല്ല, നിർജ്ജലീകരണം ഈ സമയത്ത് സാധാരണമാണ്. ശരീരത്തിന് വെള്ളത്തിന്റെ ആവശ്യകത കൂടുന്നതിനാൽ ജലാംശമുള്ള ഭക്ഷണങ്ങളും അല്ലാത്തവയും തമ്മിൽ ബാലൻസ് കൃത്യമായി പാലിക്കണം. ശരീരത്തിൽ ദിനംപ്രതി നിശ്ചിത അളവിൽ ജലം വേണം. അത് അവഗണിക്കുമ്പോൾ ചൂട് കുടലിന്റെ ചലനത്തെ ബാധിക്കും. എൻസൈം പ്രവർത്തനം ആമാശയത്തിൽ രൂപപ്പെടുന്ന വാതകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഭക്ഷണത്തിന് ശേഷം ബ്ലോട്ടിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അവിടെയാണ് തണ്ണിമത്തന്റെ ഉപഭോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഉയർന്ന അളവിൽ ജലാംശം ഉള്ളതിനാൽ തണ്ണിമത്തൻ ദഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ കഴിക്കരുത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ ധാരാളമുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം തണ്ണിമത്തൻ കഴിച്ചാൽ അവിടെ ബ്ലോട്ടിംഗ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ കഷ്ണമായിട്ട് അല്ലെങ്കിൽ 1-2 കഷ്ണങ്ങളായിട്ട്, അല്ലാതെ ഒരു മുഴുവൻ തണ്ണിമത്തൻ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം എന്ന രീതിയിലൊക്കെ തണ്ണിമത്തൻ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും തണ്ണിമത്തൻ ധൈര്യമായി കഴിച്ചോളൂ. തണ്ണിമത്തൻ മരണകാരണമല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ തണ്ണിമത്തൻ കഴിക്കാൻ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ എന്ത് കഴിക്കുമ്പോഴും ഒരല്പം ശ്രദ്ധ, നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും നമ്മുടെ ശുചിത്വത്തെക്കുറിച്ചും ഒക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ലൊരു മുൻകരുതലായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ.